SIR കരട് വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പേരുകളില്ല. പേരില്ലാത്തതിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ കുടുംബമടക്കം 700-ലധികം ആളുകളാണ്. പെരുവന്താനം പഞ്ചായത്തിലെ 142, 143 ബൂത്തുകളിലെ ആളുകളാണ് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തായിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര സേനാനി അന്തരിച്ച ഖാൻ CP മഠത്തിലിന്റെയും മകൻ കോൺഗ്രസ് നേതാവുമായ ഷാജഹാൻ മഠത്തിൽ, മകൾ സുറുമി ഷാജഹാൻ കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹിയും ജമാഅത്ത് മുൻ പ്രസിഡന്റുമായ NA വഹാബ് എന്നിവരടക്കം 750ഓളം പേരുകൾ വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ കരട് പട്ടികയിൽ ഇവരുടെ പേരുവിവരമുണ്ട്. മേഖലയിൽ ഇത്രയും ആളുകളുടെ പേരുകൾ കൂട്ടത്തോടെ നഷ്ടപ്പെട്ടത് ഏറെ ആശങ്കകൾക്ക് ഇടവരുത്തിയിട്ടുണ്ട്. SIRമായി ബന്ധപ്പെട്ട പീരുമേട് താലൂക്കിലെ 142, 143 ബൂത്തുകളിൽ വ്യാപകമായ പരാതി ഉയർന്നിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടികയിൽ വോട്ടർമാരുടെ SIRൻ്റെ ഫോമുകൾ യഥാസമയം ആവശ്യമായ രേഖകൾ സഹിതം പൂരിപ്പിച്ച് നൽകിയവരുടെയൊക്കെ പേരുകൾ കൃത്യമായി ഉണ്ടാകും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. കരട് വോട്ടർ പട്ടികയിൽ ഈ രണ്ട് ബൂത്തുകളിലെയും ഏതാണ്ട് 96-98% വോട്ടർമാരുടെ പേരുകളൊക്കെ കരട് വോട്ടർ പട്ടികയിലുണ്ട്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ 142-ാമത്തെ ബൂത്തിൽ ഏതാണ്ട് 371 വോട്ടർമാരുടെ പേരുകൾ ഇപ്പോൾ കാണാനില്ല. അതുപോലെ തന്നെ 143-ാമത്തെ ബൂത്തിലും 400ഓളം അടുത്തുണ്ടായിരുന്നു. അത് കുറച്ചൊക്കെ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വോട്ടർമാർ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ രണ്ടാമത് തിരിച്ചറിയൽ ആധാർ രേഖകളുടെ ഒറിജിനൽ കോപ്പികളും അതുപോലെ തന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റുകളും ഒക്കെ ആയിട്ട് വീണ്ടും അവരുടെ പണികളൊക്കെ മെനക്കെടുത്തി വീണ്ടും ഇവിടെ ഓഫീസിലേക്ക് വരേണ്ട ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. ഇത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതാദ്യമായി ഓപ്ഷൻ കൊടുത്തപ്പോൾ ആ സൈറ്റ് മാറിപ്പോയതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് ബന്ധപ്പെട്ട ഉത്തരവാദിത്വമുള്ള അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഒരു അശ്രദ്ധക്കുറവുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതും വോട്ടർമാരെ വീണ്ടും വലിയ ബുദ്ധിമുട്ടും ത്യാഗവും സഹിച്ച് വീണ്ടും ഇങ്ങനെ നാളെ കൂടിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഗുരുതരമായ ഒരു ക്രമക്കേടാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ അപകടം, ഇപ്പം ഒരു ബൂത്തിൽ 371ഓളം പേരുടെ പേരുണ്ടെങ്കിൽ പോലും ഇന്നും നാളെയുമായിട്ട് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 100-250 പേരൊക്കെ ഈ വിവരങ്ങളെ അറിഞ്ഞ് ഇവിടെ വരാൻ സാധ്യതയുള്ളൂ. വീണ്ടും ഒരു 100-200 പേര് 150 പേരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി പോകുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ നിന്നുണ്ടാകാൻ പോകുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൻ്റെ ഇടപെടുകയും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അടുത്ത ദിവസം ലാസ്റ്റ് ഡേറ്റ് ആയിരിക്കും. നിരവധി പേർ പുറത്തായത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നും വിവരം അറിഞ്ഞ് നിരവധി പേർ വെബ്സൈറ്റിൽ ഇടം നേടാൻ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി രേഖകൾ അപ്ലോഡ് ചെയ്യുകയുമാണ് ഇപ്പോൾ. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.